നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നടിയാണ് ശ്വേതാ മേനോൻ. MMA അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്ത സമയത്താണ് പുള്ളിക്കാരത്തിക്കെതിരെ ഇങ്ങനെ ഒരു FIR ഇട്ട കേസ് വരുന്നത്. എപ്പോഴും സമൂഹത്തിനൊരു ടെൻഡൻസി അവളെ ഏതെങ്കിലും രീതിയിൽ വലിച്ച് താഴെ ഇടുക ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ ഈ അശ്ലീല ചുവയുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മോശക്കാരിയാക്കുന്നത്, വ്യക്തിഹത്യ ചെയ്യുന്നത്. അവൾ വൃത്തികെട്ട ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ അവൾ മോശക്കാരിയാണെന്ന് കാഴ്ചപ്പാടാണ് എപ്പോഴും സമൂഹം അടിച്ചേൽപ്പിക്കുന്നത്. ഒരു സ്ത്രീ വിജയിക്കുമ്പോൾ, അവളെ തോൽപ്പിക്കാൻ കഴിയാത്തപ്പോൾ സമൂഹം പലപ്പോഴും കള്ളപ്രചരണവും നാണക്കേടും ആയുധമാക്കുന്നു. ഇത് പറഞ്ഞത് ഒരു കോടതിയാണ്, നമ്മുടെ കേരള ഹൈക്കോടതി തന്നെയാണ് ഇത് പറഞ്ഞത്. വളരെ പ്രശസ്തമായ ഒരു കേസ് ഈ ഇടയ്ക്ക് വിധി വന്നത് നടി ശ്വേതാ മേനോൻ്റെ കേസ് FIR ഘോഷ് ചെയ്ത് വന്നപ്പോഴാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ അഡ്വക്കേറ്റ്സും ജൂനിയേഴ്സും അല്ലാതെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ് തന്നെയാണ്. അതിനകത്ത് സ്ത്രീകളെ വളരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്, സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് അവളെ ദേവിയും ദൈവവും ആക്കുന്നതല്ല, അവളുടെ വ്യക്തിത്വവും കഴിവും അംഗീകരിക്കുന്നത് കൂടെയാണ്. ഈ കേസിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നടിയാണ് ശ്വേതാ മേനോൻ. MMA അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്ത സമയത്താണ് പുള്ളിക്കാരത്തിക്കെതിരെ ഇങ്ങനെ ഒരു FIR ഇട്ട കേസ് വരുന്നത്. അത് നേരിട്ട് പോലീസ് കേസെടുത്ത കേസല്ല, മജിസ്ട്രേറ്റിൻ്റെ മുമ്പേ ഒരു കംപ്ലൈൻറ്റ് പോയിട്ട് ആ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പം നമുക്ക് മജിസ്ട്രേറ്റിൻ്റെ അടുത്തൊരു കംപ്ലൈൻറ്റ് പോകുമ്പം BNSS പ്രകാരം 175(3) പ്രകാരം വന്നിട്ട് പോലീസിന് നമുക്കത് ഫോർവേഡ് ചെയ്യാം, മജിസ്ട്രേറ്റിന് ഫോർവേഡ് ചെയ്യാം. അങ്ങനെ ഫോർവേഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി FIR ഇട്ട ഒരു കേസാണ്. അതിനകത്ത് മെയിനായിട്ട് വന്നിരിക്കുന്ന 2 നിയമങ്ങളെന്ന് പറയുന്നത് ഇമ്മോറൽ ട്രാഫിക് ആക്റ്റും IT ആക്റ്റും. എല്ലാവർക്കും അറിയാം. അതിനകത്ത് കൂടുതലും പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അശ്ലീല കണ്ടൻ്റ് ഉണ്ട്. അങ്ങനെ പല അലിഗേഷൻസാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ FIR ഇട്ടു. ആ FIRനെ ഘോഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് CS ഡയസിന് മുമ്പാകെ ഈ കേസ് വരുന്നത്. അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ അത് സ്ത്രീയുടെ വ്യക്തിത്വത്തെ എല്ലാം കാത്ത് സംരക്ഷിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു വിധിയാണ് അത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴത്തെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് റിപ്പോർട്ട് സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് കാരണത്തിലാണ് നിങ്ങൾ FIR ഇടാൻ വേണ്ടിയിട്ട് പോലീസിന് അയച്ചു കൊടുത്തതെന്ന് പറയുമ്പോഴേക്ക് റിപ്പോർട്ട് മജിസ്ട്രേറ്റ് അതിനകത്ത് ചൈൽഡ് പ്രോണോഗ്രഫി പറഞ്ഞിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് അത് അന്വേഷിക്കുക, അല്ലെ കോടതിക്ക് അത് അന്വേഷിക്കാനുള്ള ഇതില്ല. അത് കാരണം പോലീസിന് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അയച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് മജിസ്ട്രേറ്റിൻ്റെ റിപ്പോർട്ട് വന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ അവൾ വളരെ ഫേമസ് ആയിട്ട്, അല്ലെങ്കിൽ അവളുടെ കഴിവ് പ്രകാരം അവൾ എപ്പോഴും ഉയർന്ന തലത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും സമൂഹത്തിനൊരു ടെൻഡൻസി അവളെ ഏതെങ്കിലും രീതിയിൽ വലിച്ച് താഴെ ഇടുക ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ ഈ അശ്ലീല ചുവയുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മോശക്കാരിയാക്കുന്നത്, വ്യക്തിഹത്യ ചെയ്യുന്നത്. അവൾ വൃത്തികെട്ട ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ അവൾ മോശക്കാരിയാണെന്ന് കാഴ്ചപ്പാടാണ് എപ്പോഴും സമൂഹം അടിച്ചേൽപ്പിക്കുന്നത്, വളരാൻ അനുവദിക്കാതെ വലിച്ചു താഴ്ത്തിയിടുന്നത്. അതിന് ശക്തമായി വിമർശിച്ചും കൊണ്ടാണ് കേരള ഹൈക്കോടതിയുടെ ഈ വിധി വന്നത്. എല്ലാവർക്കും വളരെ സന്തോഷിക്കാനുള്ള ഒരു ഇതും കൂടെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഏതെങ്കിലും രീതിയിൽ അവൾ നല്ല രീതിയിൽ മുന്നോട്ട് വരികയാണ്, അല്ലെങ്കിൽ അവളുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവളുടെ ഒപ്പീനിയൻ, നിലപാടുകൾ, അല്ലെങ്കിൽ അവൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ താഴെയുള്ള കമൻറ്റ് നോക്കാൻ പറ്റും. ഈ കമൻറ്റ് പറയുന്നതാണ് സമൂഹം എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്നത്. എത്രത്തോളം അവളെ മോശക്കാരിയാക്കി വലിച്ചു താഴെ ഇടാൻ ശ്രമിക്കുന്നു, അതാണ് ഈ സമൂഹം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കപ്പെടേണ്ടതല്ല, അല്ലെങ്കിൽ അത് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, മാറേണ്ടതാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി കേസുകളും കോടതി റെഫർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഫേമസ് 2010 കേസാണ് ഖുഷ്ബുവിൻ്റെ കേസ്. സുപ്രീം കോടതി ഘോഷ് ചെയ്ത കേസാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന്, 2010 എന്നൊക്കെ പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഖുഷ്ബു വന്നിട്ട് പ്രീ മാരിറ്റൽ സെക്സിനെ കുറിച്ച് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സമയത്ത് മൊത്തം കപട സമൂഹ ഇത് കയറി അങ്ങ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അവരൊരു മോശ സ്ത്രീയാണ്, അവരതിങ്ങ് പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ പോയതാണ്, FIR ഇട്ട കേസ് പോയതാണ്. സുപ്രീം കോടതി ഘോഷ് ചെയ്ത് വിടുകയും ചെയ്തു. ആ കേസും കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ, സ്ത്രീ എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് അവളെ അമ്മയോ ദേവിയോ ഒന്നും ആക്കുന്നതല്ല. അവളെ വ്യക്തിത്വത്തെയും അവളുടെ നിലപാടുകളെയും അവളുടെ അംഗീകാരങ്ങൾ, അല്ലെങ്കിൽ അവളുടെ കഴിവുകളെയും ഒക്കെ സമൂഹം അംഗീകരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ ശാക്തീകരണം
ആവുന്നത് എന്ന് തന്നെ ഇത് പറയാം. ഇതിനകത്ത് ഏറ്റവും കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക, ആ സ്ത്രീ ഇതിനകത്ത് കംപ്ലൈൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര മോശക്കാരിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ സ്ത്രീയിലെ ചുവയുള്ള ഇത് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സാമ്പത്തിക ലാഭം നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. അത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന ഇമ്മോറൽ ട്രാഫിക് ആക്ടിലോ IT ആക്ടിലോ ഒരു തരത്തിലും ആ വകുപ്പുകൾ പറയുന്ന ഒരു കാര്യവും ഇതിനകത്ത് ഈ ഇവർ ചെയ്തിരിക്കുന്ന കാര്യത്തിൽ വന്നിട്ടില്ല, അട്രാക്റ്റ് ചെയ്തിട്ടില്ല. അതായത് വകുപ്പ് അട്രാക്റ്റ് ചെയ്യണമല്ലോ, ഏതെങ്കിലും ഒരു ക്രൈം എടുക്കുമ്പോൾ ആ ക്രൈമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. പോരാത്തതിന് നമ്മളിപ്പോൾ ഒരു പരസ്യം ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ ഫിലിം ചെയ്യുന്നതിനോ അതിനെല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ലൈസൻസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടാണ് അത്. ഇപ്പോൾ പരസ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ സാമ്പത്തിക ലാഭം നേടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു പരസ്യത്തിനാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ നേടിയിട്ടാണ് അത് പരസ്യം പോകുന്നത്. അത് കാരണം ഒരിക്കലും അവർക്കെതിരെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് FIR ഘോഷ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, AMMA പോലുള്ള ഒരു തലപ്പത്തൊരു സ്ത്രീ വരുന്നതിനോടുള്ള ആ സമയത്ത് തന്നെയാണ് ഇത് കൊണ്ട് പരാതി കൊടുത്തത്. മേ ബി അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ സ്ത്രീക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഉള്ളിലുള്ള ഒരു കപടത, ഒരു ദേഷ്യം, അല്ലെങ്കിൽ അവളങ്ങനെ വളരണ്ട എന്നുള്ളൊരു ചിന്തയുമായിരിക്കും. എപ്പോഴും നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മാത്രം നോക്കിയാൽ മതി. വളർന്നു വരുന്ന ഏത് പെൺകുട്ടിയാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും അവളുടെ കമൻറ്റുകൾ താഴെ വരുമ്പം എത്രത്തോളം അധിക്ഷേപിക്കാമോ, എത്രത്തോളം വൈകാരികമായി തളർത്താമോ, മാനസികമായിട്ട് ഇല്ലാണ്ടാക്കാമോ, ഇനിയൊരു വീഡിയോ ചെയ്യരുത്, അല്ലെങ്കിൽ ഇവളതിന് മുന്നോട്ട് വരരുത്, അല്ലെങ്കിൽ ഇവളങ്ങ് പൊങ്ങി വരരുത് എന്നുള്ള ചിന്തയോടുകൂടെ ആക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ലതാണ് ഇത് കേരള ഹൈക്കോടതിയുടെ തന്നെ ഇങ്ങനെ ഒരു വിധി. ആ വിധിനായി കഴിയുന്നതും ജൂനിയർ അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യണം. നിങ്ങൾക്കത് വളരെ വളരെ ഈ 2026 വിധിയാണ്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഈ വിധി എനിക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വിധി തന്നെയാണ്. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതിലേക്ക് ലീഗൽ അവയർനെസ് പറയാൻ തുടങ്ങിയിട്ട് 7 കൊല്ലത്തിനുള്ളിലായി. ഇതിനകത്ത് വരുന്ന കമൻറ്റുകളെന്നൊക്കെ പറയുമ്പോൾ എന്നെ മാനസികമായിട്ട് ഭയങ്കര തളർത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലീഗൽ അവയർനെസ് കൊടുക്കുന്നു, അഡ്വക്കേറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഞാനൊരു വക്കീലാണ്, നിയമം അറിയാമെന്നുള്ളതാണ്. എന്നാൽ പോലും ഇത്ര ധൈര്യമുണ്ട് താഴെ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ പറയാൻ വേണ്ടിയിട്ട്, വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറയുമ്പോൾ അത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആയിരിക്കത്തില്ല അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ട് പറയുന്നത് അതായിരിക്കാം ഏറ്റവും. ഇപ്പം ഞാനിപ്പോൾ ഒരു ഡിവോഴ്സ് കേസുകളെ കുറിച്ചോ അല്ലെങ്കിൽ സ്ത്രീകളുടെ സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയുന്ന താഴെ വന്ന് ചുമ്മാ അല്ല നിൻ്റെ ഭർത്താവ് ഇട്ടിട്ട് പോയത്, അല്ലെങ്കിൽ എൻ്റെ ഇപ്പം മോള് തന്നെ വന്ന് പറയുകയാണെങ്കിൽ അവളൊരു കൊച്ചു കുട്ടിയാണ്, 22 വയസ്സ്, ഇപ്പോൾ കോളേജ് കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ താഴെ വന്നിട്ട് വരുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കമൻറ്റാണ്. സമൂഹത്തിന് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. സ്ത്രീ വളരുന്നതും അല്ലെങ്കിൽ സ്ത്രീ സംസാരിക്കുന്നതും സ്ത്രീ ഏതെങ്കിലും രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് അവളുടെ കാര്യങ്ങൾ പറയുന്നതും എന്ന് വെച്ചാൽ പുറത്തേക്ക് വരുന്നത്, എന്താ പറയുക, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും അതിനെല്ലാവർക്കും ഒരു അവരുടെ ഈഗോ ആണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഏറ്റവും കൂടുതൽ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം ഒരു പുരുഷനാണ് ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഇത്രയും ലൈംഗികമായിട്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ അറ്റാക്ക് ചെയ്യണ കാണാറില്ല. ഇപ്പോൾ ഇത് തന്നെയാണെങ്കിലും ഒരു ഈ ശ്വേതാ മേനോൻ്റെ കേസിൽ ഒരു പുരുഷനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കേസ് വരുമോ എന്ന് എനിക്കറിയില്ല. സ്ത്രീ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, സ്ത്രീ ഒരിക്കലും ഉയർന്നു വരാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് പൂർണ്ണമായിട്ടും മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എന്നിട്ട് ഈ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ അവരവരുടെ ചിലർ സോഷ്യൽ മീഡിയ വന്നിട്ട് അവർ ഒരു ഇൻകം മേക്കിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കിട്ടുന്ന റവന്യൂ കൊണ്ട് ജീവിക്കുന്ന കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അവരുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ എല്ലാം വന്നിട്ട് സമൂഹം സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവർക്ക് യാതൊരു വിധമായിട്ടുള്ള ഉപദ്രവവും അവർ ചെയ്യുന്നുണ്ടാവില്ല. എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അവരെ മോശക്കാരിയാക്കുക. ഇപ്പോൾ ഈ പരാതിയിട്ട ശ്വേതാ മേനോനെതിരെ പരാതിയിട്ട അയാൾക്ക് വ്യക്തിപരമായിട്ട് ഈ സ്ത്രീ അവരെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ അവൾ വളരരുത്, അല്ലെങ്കിൽ അവളൊരു സ്ഥാനത്തേക്ക് വരരുത് എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടെ മാത്രമാണ് അതെങ്ങനത്തെ ഒരു കേസ് ഈ പുള്ളിക്കാരത്തിക്കെതിരെ കൊടുത്തിരിക്കുക. കാരണം ശക്തമായിട്ട് തന്നെ കോടതി അത് എതിർത്തിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള എൻ്റർടൈൻ ചെയ്ത് എനിക്ക് ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചാൽ കോടതി വലിയൊരു കോമ്പൻസേഷനും കൂടെ അടിച്ചു കൊടുക്കണമായിരുന്നു ഇങ്ങനെയുള്ള കേസ് എടുത്തിട്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല, കോർട്ട് ചെയ്തിട്ടില്ല, ഘോഷ് ചെയ്യാണ്. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് കേരള ഹൈക്കോടതിയുടെ ആ വിധിയെ. അപ്പം ഇങ്ങനെയാണ് നമ്മളെ കേരള ഹൈക്കോടതി വന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷവും, ഇങ്ങനത്തെ കോടതി വിധികളാണല്ലോ നമ്മളെ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും നൽകുന്നത്. അത് കാരണം ഇതിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.